ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രമാണിത്. ഇത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അവിടെയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടാ കാണുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വലിയൊരു ആൽമരം. ആ ആൽമരത്തിനോട് ചേർന്നിട്ടുള്ള ഈ ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 4 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു മഹാക്ഷേത്രം ഉള്ളത്. ഇതൊരു ശിവകുടുംബ ക്ഷേത്രമാണെന്ന് വേണമെച്ചാൽ പറയാം. അതായത് ശിവനും പാർവതിയും ഗണപതിയും അയ്യപ്പനൊക്കെ ഉള്ള ഒരു ക്ഷേത്രം. പൊതുവെ എല്ലാ ശിവക്ഷേത്രത്തിലും ഗണപതിയും അയ്യപ്പനൊക്കെ ഉണ്ടാവും. എന്നെങ്കിലും ഇത് കുറച്ചുകൂടിയും പേരുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ കാണുന്ന വലിയൊരു ബലിക്കല്ലാണ്. 10 അടി ഹൈറ്റിലാണ് ഈ ബലിക്കല്ലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ വിഗ്രഹം അല്ലെങ്കിൽ ശിവലിംഗം നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ശിവനെ തൊഴുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് വേണം പാർവതീനെ തൊഴാനുള്ളതെന്നുള്ളതാണ്. അതായത് ഇത് വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ അതേ ഒരു ശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള ഒരു ഐതിഹ്യം തന്നെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ചൊവ്വല്ലൂരിലെ മഴവന്നൂർ മനയിലെ നമ്പൂതിരി പ്രായാധിക്യം മൂലം പുള്ളി സ്ഥിരമായിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് തൊഴുന്ന ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം പ്രായാധിക്യം മൂലം ഇനി വടക്കനാഥ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റില്ല എന്നും അവിടെ നിന്ന് തൊഴാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ തിരുമേനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ചൊവ്വല്ലൂരിൽ ദർശനം കൊടുത്തെന്നും അങ്ങനെ അവിടെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് ചൊവ്വല്ലൂർ ക്ഷേത്രം, ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററേ ഈ ഒരു ക്ഷേത്രത്തിലേക്കേ ഉള്ളൂ. അതേമാതിരി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ഒരു 20-22 കിലോമീറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിന് ഗോപുരങ്ങളോ അല്ലെങ്കിൽ കൊടിമരങ്ങളോ ഇല്ല. കാരണം വെച്ചെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവങ്ങളില്ല. പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് കൊടി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടിമരങ്ങൾ ഉണ്ടാവുക. ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവങ്ങളില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഇവിടെ കൊടിമരങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ നവഗ്രഹങ്ങളുടെ ഒരു പ്രതിഷ്ഠയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ് നവഗ്രഹങ്ങളുടെ ഈ ഒരു പ്രതിഷ്ഠ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇത് കാണുന്നതാണ് ബാക്ക് സൈഡ്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ നിന്നാണ് നമ്മൾ പാർവതി ദേവിനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നാലാണ് പാർവതി ദേവിനെ തൊഴാൻ പറ്റും. ഇവിടെ പാർവതി ദേവിയുടെ ചെറിയൊരു പ്രതിമയാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ വലിയൊരു പാടമാണ്. കണ്ടാ ആ പാടം മാത്രമല്ല അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലക്കുളം. ഇവിടുത്തെ ഓദിക്കന്മാരും തിരുമേനിമാരൊക്കെ കുളിക്കുന്ന ഒരു കുളമാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന്. കാരണം ഇതിൻ്റെ ഒരു സൈഡിൽ പാടം, ആ പാടത്തിനോട് അനുബന്ധപ്പെട്ട കൃഷികളും കാര്യങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ മറ്റൊരു സൈഡിൽ ഒരുപാട് മരങ്ങളും ചെറിയൊരു കാടും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ആ കാടുകളൊക്കെ പോയി ഇപ്പോൾ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുന്നേ ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഇവിടെയും നമുക്ക് വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി, അതേമാതിരി സുബ്രഹ്മണ്യസ്വാമി, ദക്ഷിണാമൂർത്തി, സിംഹോദര ഭഗവാൻ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉപദൈവങ്ങൾ ഉള്ള ക്ഷേത്രമാണിത്. ഇവിടെ അതിൻ്റെ സൈഡിൽ പുറത്തായിട്ടാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. ഇത് കണ്ട ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഹനുമാൻ സ്വാമിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വട്ടത്തിലാണ് പണിതിട്ടുള്ളത്. ആദ്യം ഇതിന് ഒരു നില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് അത് 2001 ഇത് 2 നിലയിലുള്ള ശ്രീകോവിൽ പണിതിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ താഴികക്കുടമൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. കൂടാതെ ശ്രീകോവിൽ പൂർണ്ണമായിട്ടും കരിങ്കല്ലാൽ നിർമ്മിക്കപ്പെട്ടതാണ്. കൂടാതെ ഭഗവാന്റെ സ്വയംഭൂ ലിംഗം ഏകദേശം 3 അടി ഹൈറ്റോളം ഉള്ള ഈ സ്വയംഭൂ ലിംഗം പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ കിഴക്കോട്ട് ദർശനമായിട്ട് പാർവതി ദേവിയുടെ ഒരു പ്രതിമയും ഇവിടെയുണ്ട്. ഗുരുവായൂർ വരുന്ന ഭക്തന്മാർക്ക് മമ്മിയൂർ ശിവക്ഷേത്രം കൂടാതെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിരമണീയമായ മറ്റൊരു മഹാശിവക്ഷേത്രമാണ് ചൊവ്വല്ലൂർ മഹാശിവക്ഷേത്രം. അപ്പോൾ ഇതൊക്കെയാണ് ചൊവ്വല്ലൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.